ശരത് പവാർ NCP നേതാവ്. പക്ഷേ ശരത് പവാറിന് RSS സ്നേഹം വല്ലാണ്ട് കൂടുകയാണ്. പക്ഷേ ഈ RSS സ്നേഹം കണ്ട് കിളിപോയത് ശശീന്ദ്രനാണ്. കാരണം ശരത് പവാർ RSSലേക്കോ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ, അല്ലെങ്കിൽ NDAയിലേക്കോ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ശശീന്ദ്രൻ എവിടെ നിൽക്കും? CPMന്റെ അകത്ത് NDA എന്ന് പറയുന്ന ഘടകകക്ഷിക്കൊപ്പമാണോ? എന്താകും ഇനി ശശീന്ദ്രൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. എന്തായാലും ശരത് പവാർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. RSSകാർ രാജ്യത്തിന് വേണ്ടി ജീവൻ പോലും സമർപ്പിക്കാൻ മടിക്കാത്തവർ എന്നാണ് ശരത് പവാറിൻ്റെ കണ്ടെത്തൽ. അതിപ്പോൾ ശരത് പവാർ പറയാതെ തന്നെ രാജ്യത്തിലുള്ള എല്ലാവർക്കും അറിയാം RSSൻ്റെ ആശയങ്ങൾ എന്താണ് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ശരത് പവാറിൻ്റെ നീക്കം അതെങ്ങനെ കാണണം? മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി സഖ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുകയും അതുവഴി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ BJP സർക്കാരിനെ, അതായത് BJP ശിവസേന സർക്കാരിനെ മറച്ചിട്ടുകൊണ്ട് നേരെ അങ്ങ് അധികാരം പിടിക്കാമെന്നുള്ള ഒരു ധാരണയൊക്കെ ആയിരുന്നു ഈ പറയുന്ന പോലെ ഇന്ത്യ മുന്നണിക്കുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഇവർ വലിയ തരത്തിലുള്ള പ്രചാരണം നടത്തുകയും മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് മുമ്പിലേക്കും BJP ഗവൺമെൻറ് വലിയ ഈ അഴിമതി നടത്തുന്ന ആളുകളാണ്, അവർ വലിയ മോശക്കാരാണ്, ഇതാ നരേന്ദ്രമോദിക്കെതിരെയുള്ള തെരഞ്ഞെടുപ്പാണിത്, അവർ 240 സീറ്റുകളിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു, മഹാരാഷ്ട്ര കൂടെ കൈവിട്ട് കഴിഞ്ഞാൽ. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് മറ്റൊരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്നത് പോലെ തന്നെ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് എല്ലാ ആളുകളും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് അവിടെ ഈ പറഞ്ഞതുപോലെ BJP അധികാരത്തിലോട്ട് വരുന്ന ഒരു കാഴ്ച കണ്ടത്. അതിന്റെ തുടർച്ചയെന്നോണമാണ് മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഇവർ വലിയ പ്രചാരണങ്ങൾ നടത്തി. ഇതാ മഹാരാഷ്ട്ര ഞങ്ങൾ വലിച്ചിടാൻ പോകുന്നു, എല്ലാ ഏജൻസികളും മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന പോലെ കോൺഗ്രസിന് എഡ്ജുണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ പ്രവചിച്ചിരുന്നു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അത് അങ്ങനെയൊന്നും അല്ല, കളിക്കാൻ പോകുന്നത് ആരോടാണ്? BJPയോടാണ് എന്ന് ഇവർക്ക് പിന്നീടാണ് മനസ്സിലായത്. അവിടെ ഈ പറഞ്ഞതുപോലെ BJP എന്താണ് ചെയ്തത് എന്നുള്ളത് കൂടി നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് അധികാരത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിളർത്തുന്നു. ഉദ്ധവിൻ്റെ പക്ഷത്തു നിന്ന് പിളർത്തിയിട്ട് അവിടെ ആ പക്ഷത്തെ തങ്ങളോടൊപ്പം ചേർത്തുകൊണ്ട് തങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത്, രാജ്യം ഭരിക്കുന്ന പാർട്ടി വിട്ടുവീഴ്ച ചെയ്ത് അവിടെ ഈ പറയുന്ന പോലെ ഷിൻഡയെ മുഖ്യമന്ത്രിയാക്കുകയാണ്. എന്തുകൊണ്ടാണ്? BJP ആണ് അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. പക്ഷേ അവിടെ അധികാരം ജനങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ വിധിച്ച അധികാരത്തെ എല്ലാം മറികടന്നുകൊണ്ട് ഒറ്റിലൂടെ അല്ലെങ്കിൽ ഒരു ചതിപ്രയോഗത്തിലൂടെയാണ് ഇന്ത്യ മുന്നണി അവിടെ അധികാരത്തിലേറിയത്. അതെവിടെയും പറയില്ല, നേരെ BJP ഇങ്ങനെ ചതിച്ചു എന്നൊക്കെയാണ് പറയുക. അങ്ങനെ അധികാരം കിട്ടിയതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെല്ലാം തന്നെ ഉദ്ധവ് താക്കറെയുടെ, ബാൽ താക്കറെയൊക്കെ ഓർത്തുകൊണ്ട് BJPക്കെതിരെ, ഈ ഷിൻഡയ്ക്കെതിരെ വിധി എഴുതും എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഷിൻഡയ്ക്കെതിരെയും വിധി എഴുത്തുണ്ടായില്ല, BJPക്കെതിരെയും വിധി എഴുത്തുണ്ടായില്ല. അവിടെ ദേവേന്ദ്ര ഫഡ്നവിസ് മുഖ്യമന്ത്രിയായി വരികയും ചെയ്തു. ഇതോടുകൂടി ഈ പറയുന്ന പോലെ NCPയുടെ നേതാക്കന്മാർക്ക് തലയ്ക്ക് അകത്ത് കുറച്ച് വെളിച്ചം വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. NCP ഇപ്പോൾ ശരത് പവാറിൻ്റെ പക്ഷം NCP അല്ല, അജിത് പവാറിന്റെ പക്ഷമാണ് യഥാർത്ഥ NCP എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. കാരണം ഭൂരിപക്ഷം MLA പോയിരിക്കുന്നു. ഈ ശിവസേനയും യഥാർത്ഥ ശിവസേന ഉദ്ധവ് താക്കറെയുടെ ശിവസേനയല്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്തിനാണ് ഇന്ത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്നത്, എന്താണ് പ്രയോജനം എന്നൊരു ചോദ്യമുണ്ട്. അടുത്ത 5 വർഷത്തേക്ക് കേന്ദ്രത്തിൽ അധികാരം കിട്ടില്ല, അടുത്ത 5 വർഷത്തേക്ക് മഹാരാഷ്ട്രയിലും അധികാരം കിട്ടില്ല. ഇതാണ് ഇവരുടെ ഒരു താത്വികമായിട്ടുള്ള ഒരു വിശകലനം എന്ന് പറയുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇനി അങ്ങോട്ട് അധികാരമേ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് ആര് മനസ്സിലാക്കിയിട്ടുണ്ട്? ഈ പറയുന്ന ശരത് പവാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരത് പവാർ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി BJPയിലേക്ക്, അല്ലെങ്കിൽ BJPയുടെ പക്ഷത്തേക്ക്, മഹാരാഷ്ട്രയിലെ മഹായൂതി സഖ്യത്തിലേക്ക് ആര് വരുന്നു? NCP അജിത് പവാർ പക്ഷം കൂടി ഒന്നു ചേർന്ന്, ഉദ്ധവും ഷിൻഡെ പക്ഷവും കൂടി ഒന്നു ചേർന്ന് യഥാർത്ഥ ശിവസേനയും യഥാർത്ഥ NCP ഒന്നായിക്കൊണ്ട് ഉറച്ച് BJPയുടെ പക്ഷത്തേക്ക് എത്താൻ പോകുന്നു. അത് ചില്ലറയൊന്നും ആയിരിക്കില്ല ആർക്ക് ഗുണം ചെയ്യുക, NDA സർക്കാരിന് ഗുണം ചെയ്യാൻ പോകുന്നത്. ഇന്ത്യ സഖ്യം ഏകദേശം തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. കേരളത്തിലെ നമ്മുടെ വനമന്ത്രിയായിട്ടുള്ള NCPയുടെ നേതാവ് ശശീന്ദ്രനും അതുപോലെ തന്നെ PC ചാക്കോയും തോമസ് കെ തോമസും ഒക്കെ ഇങ്ങനെ, അതെ, അവരൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഞങ്ങളിപ്പോൾ എന്താ ചെയ്യുക? ഇവിടുന്ന് BJP കുറ്റം പറഞ്ഞ് മടുത്തു. ഇനിയിപ്പോൾ അവിടെ നിന്നാണ് തങ്ങളുടെ നേതാക്കന്മാർ, അതായത് ഞങ്ങൾ ശരത് പവാറിനോടൊപ്പം ഉറച്ചു നിൽക്കുമെന്നാണ് പറഞ്ഞത്. ആ ഉറച്ചു നിന്ന ശരത് പവാർ തന്നെ നേരെ ഇങ്ങോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നറിയില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമെന്നാണ് പറയുന്നത്. അത് എന്താണ് ഒറ്റയ്ക്ക് നിൽക്കുക? അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഒരു പാർട്ടിയുടെ കൂടെയും മറ്റൊരു സംസ്ഥാനത്ത് വേറൊരു പാർട്ടിയുടെ നിൽക്കാൻ പറ്റുമോ? ജനങ്ങളെ വിഡ്ഢികളാക്കുക എന്ന് തന്നെയാണ്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് മഹാരാഷ്ട്രക്കകത്ത്
നടന്ന ഒരു വലിയ ചരിത്ര വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് RSS ആണ് എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന പോലെ പിന്നെ ശിവസേന NCPയുടെ നേതാക്കന്മാർക്ക് ബോധ്യം വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ എല്ലാ മുള്ളുമുരുക്ക് മൂർഖൻ പാമ്പുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് RSSനെതിരെ പറയുമ്പോൾ, RSS എന്തോ ഭീകര പ്രസ്ഥാനമാണ് എന്ന് പറയുമ്പോൾ, RSS മോശമാണ് എന്ന് പറയുമ്പോൾ, എല്ലാത്തിൻ്റെയും പുറകിൽ RSS ആണ് എന്ന് പറയുന്ന ആളുകൾ തന്നെ ഇന്ത്യ മുന്നണിയിൽ നിന്നിട്ട് അതേ ആളുകൾ തന്നെ ഒന്നായി പുറകോട്ട് തിരിഞ്ഞ് റിവേഴ്സ് അടിച്ച് വന്നിട്ട് RSSനെ പുകഴ്ത്തി പറയുന്ന ആ ഒരു വലിയ ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് ഇന്ത്യയിലെ RSS പ്രസ്ഥാനം ഇവരെയൊക്കെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളിടത്താണ് നമ്മൾ RSSന്റെ മഹത്വം കാണേണ്ടത്. കാരണം തുടർച്ചയായി തെറി പറഞ്ഞുകൊണ്ടിരുന്ന RSSനെ ഇന്ന് RSS വലിയ പ്രസ്ഥാനമാണ്. ഈ ഇന്ത്യയിലെ ആളുകൾക്കെല്ലാം സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി അവരുടെ രക്തവും മാംസവും നൽകിക്കൊണ്ട് RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനും അതിൽ പങ്കുണ്ടായിരുന്നു. ഒരുപാട് രാജ്യദ്രോഹികളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിച്ചത് RSS ആണ് എന്ന് ധൈര്യപൂർവ്വം വിളിച്ചു പറയാൻ NCP അടക്കമുള്ള മറ്റു പല രാഷ്ട്രീയ പാർട്ടികൾക്കും മുൻപോട്ട് വരേണ്ടി വരുന്നത് തന്നെയാണ് RSS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി RSS എന്ന് പറയുന്ന സംഘടനയുടെ ആ ഒരു ഫലം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരിക്കലും മറച്ചു വെക്കാൻ കഴിയില്ല. പാർത്ഥൻ പവാർ പറഞ്ഞത് ഇങ്ങനെയാണ്: ആദർശത്തിന് വേണ്ടി ജീവിതം അർപ്പിച്ചവരാണ് RSSകാർ. അവരുടെ അശാന്തമായ പരിശ്രമമില്ലായിരുന്നുവെങ്കിൽ ഫലം BJPക്ക് അനുകൂലമായിരുന്നില്ല. ഈ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ശരത് പവാറിൻ്റെ, NCPയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ശരത് പവാറിൻ്റെ ഈ പരാമർശം എന്നത് കൂടി ശ്രദ്ധേയമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കണ്ടുപഠിക്കുമെന്നാണ് പറഞ്ഞത്. അതെ, മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡിയുടെ തോൽവിക്ക് കാരണം RSSന്റെ സംഘടനാ ശക്തിയാണ്. എന്തുകൊണ്ട് നമുക്ക് അത്തരത്തിലൊരു സംവിധാനം രൂപീകരിക്കാൻ സാധിക്കുന്നില്ല? പ്രചാരണത്തിൽ RSS വെച്ചു പുലർത്തിയ അച്ചടക്കത്തെയും തന്ത്രപരമായ സമീപനത്തെയും പവാർ പ്രശംസിക്കുന്നുമുണ്ട്. കൃത്യമായ ആസൂത്രണത്തിലൂടെ എല്ലാ വീടുകളിലും സംഘത്തിൻ്റെയും BJPയുടെയും സംഘടനാ സമിതി എത്തിയെന്നും പവാർ ചൂണ്ടിക്കാട്ടുന്നു. 6 മാസം മുമ്പ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അഘാഡി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ഫലം വന്ന 1.5 മാസത്തിന് ശേഷമാണ് ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള NCP വിഭാഗം തോൽവിക്ക് പിന്നിലെ കാരണങ്ങൾ അവലോകനം ചെയ്തത്. ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനമാണ് തിരഞ്ഞെടുപ്പിൽ ശരത് പവാറിൻ്റെ പാർട്ടി കാഴ്ചവെച്ചത് എന്ന തിരിച്ചറിവ് അവർ നടത്തിയിരിക്കുന്നത് നല്ല കാര്യമാണ്. എന്താണ് തങ്ങളുടെ തോൽവിക്ക് കാരണമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത്, അല്ലാതെ കോൺഗ്രസിനെ പോലെ തോൽക്കുമ്പോൾ EVMനെ കുറ്റം പറയുകയും ജയിക്കുമ്പോൾ ജനാധിപത്യം വിജയിച്ചു എന്ന് പറയുകയും ചെയ്യുന്നതിനേക്കാൾ ഭേദം എന്താണ് തോൽവിക്ക് കാരണം, ആ കാരണം കണ്ടെത്തി പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള നിലപാട് ശരത് പവാർ പക്ഷം സ്വീകരിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ RSSന്റെ അച്ചടക്കത്തെയും RSS പുലർത്തുന്ന നിലപാടുകളെയും ആശയങ്ങളെയും ഒരു NCP നേതാവ് അംഗീകരിക്കുന്നു, അതുപോലെ നിങ്ങൾ പ്രവർത്തിക്കൂ എന്ന് പാർട്ടി പ്രവർത്തകരോട് അദ്ദേഹം പറയുമ്പോൾ അതിൽ ചില നീക്കങ്ങൾ, ചില മാറ്റങ്ങളൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്ത്യ മുന്നണിയുടെ എല്ലാ നേതാക്കന്മാരും ഇപ്പോൾ RSS എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അവരെ കൊണ്ട് പറയിപ്പിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് RSS. ഇനിയും അത് അവർ 1000 വട്ടം പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരും.